ഈ പറയുന്ന ഗോസിപ്പുകളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഷാഫിക്കായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒളിച്ചോടി പുള്ളിക്കാരന്റെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് വരെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഫാമിലി ബാക്കിയുള്ളവർ അവിടുത്തെ റിയാക്ഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? അതെ, ഷാഫിക്കയുടെ എന്ന് വെച്ചാൽ ആ ഒരു ഇത് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ റജിലത്തെ വിളിച്ചിട്ടുണ്ട്, സുനിത അങ്ങനെ പറയുന്നുണ്ട്. കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ റിലേഷൻ, എൻ്റെ ഒരു ഇത്ത തന്നെയാണ് ചേച്ചി. എപ്പോഴും എന്താ പറയുക, സ്നേഹത്തോടെ സംസാരിക്കുന്ന അങ്ങനെ ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു കേൾക്കുമ്പോൾ ആൾ പറയും സുനിതേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എനിക്ക് ഇഷ്ടം എന്ന് പറയും. കാരണം ഞാൻ അങ്ങനെയാണ് ചിത്തൻ്റെ അടുത്ത്. ഇപ്പം എൻ്റെ കഴിഞ്ഞ ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നെ വിളിച്ചു, ഞങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു ഗോസിപ്പ് ഒന്നും ആവാൻ പോണില്ല. ഞങ്ങൾ നടത്താൻ പറ്റൂല, ഒരിക്കലും നടത്താൻ പറ്റില്ല. എത്ര ആൽബംസ് ടോട്ടൽ ചെയ്തിട്ടുണ്ടാവും? അതാ പ്രശ്നം, അത് കണക്കൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും ഒരു 200 ഒക്കെ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നത് ആ സമയത്ത്. കാരണം അറിയപ്പെടാതെ കുറേ ആൽബംസ് ഉണ്ട്. നമ്മൾ ഹിറ്റായ ആൽബംസ് മാത്രമല്ലേ കാണുന്നുള്ളൂ, അല്ലാണ്ട് കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മുസ്ലിംസ് ആൽബം അല്ലാത്ത ഹിന്ദുസിന്റെ കുറേ, അങ്ങനത്തെ ഒന്നും എനിക്ക് തോന്നില്ല എനിക്കങ്ങനെ അത്രയും ക്ലിക്കായിട്ടുണ്ടോന്ന്. എനിക്കത് മുസ്ലിംസ് ആൽബം തന്നെയാണ് ഞാൻ ഹിറ്റായത്. കുറേ ഞാനും എൻ്റെ ഇപ്പോഴും യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ അത്രേ ആൽബംസേ കാണാനുള്ളൂ, ബാക്കി ചെയ്ത ആൽബംസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് അതിൽ എത്ര എണ്ണം എന്ന് കറക്റ്റ് പറയാനും അറിയില്ല. 200ഓളം ആൽബംസ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഭയങ്കര ഒരു വലിയ ജേർണി അല്ലേ? എത്ര ഒരു 16 വയസ്സ് തൊട്ട് 22 വയസ്സിലുള്ള ഒരു ടൈമിൽ ഒരു 200ഓളം എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ കാര്യമല്ല. അതിനകത്തൊക്കെ നായികയായിട്ട് തന്നെയാണ്, എല്ലാത്തിലും നായികയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അവാർഡൊക്കെ തരണ്ടെന്ന് തോന്നല്ലേ? അതെ, അങ്ങനെ നായിക അല്ലാത്ത പടങ്ങൾ ചെയ്തിട്ടില്ല. അല്ല, പടം മീൻസ് ആൽബംസ് അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ 1-2 സീരിയല്, പിന്നെ ഒരു 2 പടം ചെയ്താലോ ഒരു പടം ഇറങ്ങിയിട്ടില്ല. അതിൽ അത് ഇറങ്ങി. അതിന് മുന്നേ ഞാനൊരു പടം ചെയ്തു ആലപ്പി അഷ്റഫിനുണ്ട്, പക്ഷെ ആ പടം എപ്പോഴും പെട്ടിയില്ല, ഇറങ്ങിയിട്ടൊന്നും. എല്ലാ വർക്കും കഴിഞ്ഞ് പെട്ടിയില്ല. അതിന് ശേഷമാണ് എന്നിഷ്ടം നിന്നിഷ്ടം സെക്കൻഡ് പാർട്ട് വരുന്നത്. അപ്പം അത് ആക്ച്വലി ഒരു നല്ല ഹോപ്പ് ഉണ്ടായിരുന്ന പടമല്ലേ? കാരണം ലാലേട്ടന്റെ അത്ര ഒരു ഹിറ്റായ പടത്തിന്റെ നല്ലതല്ലേ, പക്ഷെ അത് അത്ര ഓടിയില്ല കേട്ടോ. പക്ഷെ എനിക്കത് മതി, കാരണം എനിക്കൊരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പടം ചെയ്തു, സന്തോഷം. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടിന്റെ? ഇപ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലെ അച്ഛൻ അമ്മ എല്ലാവർക്കും, കാരണം അവരുടെ മകനും ഈ ഫീൽഡിലാണ്. പിന്നെ ഇപ്പം എന്നെ കല്യാണം കഴിച്ച ആളും ഞാൻ നേരത്തെ പറഞ്ഞു ആളും ഫീൽഡിലാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുള്ളൂ. നല്ല വർക്ക് വന്നാൽ ആൾ ചെയ്തോന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ഒന്ന് ചെയ്യണ്ട, അല്ലെങ്കിൽ സിനിമയാണെങ്കിലും നല്ലത് വരുമ്പോൾ നമുക്ക് നോക്കാം, ചെയ്യാം. ഈ നായികയ്ക്കുള്ളൊരു വരവേൽപ്പ് എങ്ങനെയുണ്ടായിരുന്നു ആ വീട്ടിൽ? അയ്യോ, അവർക്ക് സന്തോഷമായിരുന്നു. കാരണം ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, അപ്പം അധികം ഗ്യാപ്പൊന്നുമില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ടും അറിയുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് അവർക്കതൊരു പുതുമ, അല്ലെങ്കിൽ ഞാനൊരു അഭിനയിക്കുന്ന ഒരാൾ അങ്ങനെയൊന്നുമല്ല, സാധാരണ വീട്ടിലൊരു കുട്ടി, അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ദിൽ ഹേ ഫാത്തിമ എന്ന് പറയുന്ന പാട്ട് പല പല ഭാഷകൾ ചേർന്നിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. അങ്ങനെ ഒരു സോങ് വേറെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് തോന്നുന്നു ഷാഫിക്കയുടെ ഒരു ഹിറ്റ് തന്നെയായിരുന്നു അത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത് ട്രെൻഡായിട്ട് പോകുന്നുണ്ട്. അത് അന്ന് ചെയ്യുമ്പോൾ ഞാനത് ഇങ്ങനെ ഒരു ഹിറ്റ് ആവുന്നോ, അല്ലെങ്കിൽ അതിൽ 2 നായകന്മാരാണ് ഉള്ളത്. അപ്പൊ അത് എനിക്ക് അങ്ങനെ ഇതൊന്നും. ഇത് വന്നപ്പോഴാണ് ഈ ഒരു തമിഴ്, അങ്ങനെ ഹിന്ദി, നീലച്ചുരിദാറിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണ കുട്ടീനെ പെട്ടെന്ന് എല്ലാരും റെക്കഗ്നൈസ് ചെയ്യും. കാരണം തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ആ ആളുടെ പ്രസൻസ് അവിടെ ഉണ്ടല്ലോ. ബാക്കിയുള്ള ഒരു സ്വപ്നത്തിലേക്ക് പോവുകയാണെങ്കിലും ആളവിടെ തന്നെ ഉണ്ടല്ലോ. ശരിക്കും ഈ പാട്ടിന്റെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ശരിക്കും അത് സത്യമാണോ? ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടോ ഹിന്ദിയിലൊക്കെ? അയ്യോ, അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പോവുക, ചെയ്യാൻ വരിക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെപ്പറ്റി ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും നോക്കുന്നൊന്നുമില്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി. ഓക്കെ, അതിനകത്ത് കുറേ പോർഷൻസ് പറയുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളൊരു പോർഷൻ ഏതായിരിക്കും ആ പാട്ടില് ഞങ്ങൾ തമ്മിൽ ഒരു ഇതില്ലേ, കാലൊച്ച കേട്ടപ്പോ ഇതില്ലേ, അതന്നെ ആ ഒരു ഹിന്ദി സോങ്ങിന്റെ അതാണ് കനവല്ലായിരുന്നു. അതാണല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പാടുവോ? പാട്ട് പാടുമൊന്നുമില്ല, ചെറുതായിട്ട്. ഈ അഭിനയിക്കുന്ന ആൾക്കാരെ നൈസായിട്ട് പാടുന്നു കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. അത്രയൊന്നുമില്ല. ഇല്ല, എന്നാലും നമുക്ക് തീർന്നതിന് മുന്നേ നമുക്കൊരു നോക്കാം അല്ലേ? അടുത്ത ഹിറ്റ് ഏതായിരുന്നു? ദിൽ ഹേ ഫാത്തിമ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിന്റെ മണിയറയിൽ അത് നല്ലൊരു ഹിറ്റായിരുന്നു. അതുപോലെ കുറെ ഒരു പൂതെന്നാൽ ശരിക്കും അത് താജുകയുടെ കൂടെ ഭയങ്കര ഇഷ്ടം, എപ്പോഴും ഇഷ്ടമാണ് സോങ്. അത് ആക്ച്വലി ഞാൻ ഇന്ന് രാവിലെ വെറുതെ സെർച്ച് ചെയ്ത് വെറുതെ എൻ്റെ യൂട്യൂബിൽ പെട്ടെന്ന് കയറുന്നു. ഞാൻ അയ്യോ ശരിയാണല്ലോ, ഇതും ചേച്ചി തന്നെയാണല്ലോ എന്ന് തോന്നുന്നു. അപ്പൊ അന്നത്തെ സമയത്ത് ഹിറ്റായിട്ടുള്ള പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ
മെയിൻ ആയിട്ടുള്ളത് ചേച്ചി തന്നെയായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പം ഷാഫിക്കയ്ക്ക് ബെസ്റ്റ് കോംബോ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം താജുക്കയുടെയും ഒരു ഹിറ്റ് പാട്ടുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഉണ്ട്. താജുക്ക ഈ പറഞ്ഞ പോലെ തന്നെ ഷാഫിക്ക താജുക്ക ഇവർ രണ്ടുപേരെ രണ്ടായിട്ട് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം അതുപോലെ നല്ല ഫ്രണ്ട്സാണ്. ഇക്ക എന്താ പറയുക ഒരു പെങ്ങളെ പോലെ ഇങ്ങനെ കൊണ്ടു നടക്കും രണ്ടുപേരും. എന്ത് കാര്യങ്ങളും നമുക്ക് പറയാം. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന സലീം കോടത്തൂരും ഇക്കടെയാണല്ലോ മറ്റേ മനസ്സിന് അതിൽ അഭിനയിച്ച അൻവറാണ്. ഇവരൊക്കെ നല്ല പുള്ളിക്ക് ഇപ്പം സിനിമയിലും അൻവർ അല്ലേ? അൻവർ സിനിമയിലൊക്കെ ഉണ്ട് ഉണ്ടല്ലേ. അതും ആക്ച്വലി ഭയങ്കര ഒരു ഹിറ്റ്, ഒരു ബ്രേക്ക് ആയിരുന്നു, നല്ല വർക്കായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ സോങ്ങുകളൊക്കെ ഭയങ്കര ഹിറ്റായിട്ടാണ് വീഡിയോ സോങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അന്നൊക്കെ ഓരോരുത്തരെ ഓട്ടോയുടെ പുറകിലും അല്ലെങ്കിൽ വാൾപേപ്പറായിട്ട് ഇങ്ങനെ ഉണ്ട് അത്രയ്ക്ക് നല്ല ക്രഷായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാനും ചിന്തിക്കും. നമ്മളൊരു വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതൊരു എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീൽഡിൽ വരുന്ന ആൾക്കാരൊരു ഇതാണ്, എന്താ പറയുക, ഭാഗ്യമാണ്. കാരണം ഇത്രയും പുറത്ത് നമ്മൾ അറിയാത്ത ഒരുപാട് ആൾക്കാരാണ് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മോളെ പോലെ കണ്ട് നമുക്ക് ഗിഫ്റ്റുകൾ, നമുക്ക് ഫുഡുകൾ ഇതൊക്കെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുത്തരിക ലൊക്കേഷനിൽ വരുമ്പം. അവരുടെ ആ സ്നേഹം എനിക്കൊന്ന് ഇപ്പോഴും ഒരു മോളിൽ പോയാലോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോലെ ഞാനൊരു ഷോപ്പിങ്ങിന് പോയിട്ട് അപ്പോഴും ആൾക്കാരുണ്ട്, കാണാൻ വരുന്നു, ഫോട്ടോ എടുക്കുന്നു. അപ്പം ഞാൻ ചിന്തിക്കും ഇപ്പോഴും ആൾക്കാർക്ക് എന്നെ ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സ്നേഹമുണ്ട്. അപ്പം അതൊക്കെ ഈ ഒരു ഫീൽഡിൽ ഞാൻ വന്നോണ്ടല്ലേ, അല്ലെങ്കിൽ ആരും അറിയില്ല. ഒന്നാമത്തെ എനിക്ക് ഇഷ്ടമായിരുന്നു ഈ ഫീൽഡിൽ വരാൻ. ഞാൻ മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഡാൻസും അല്ലെങ്കിൽ സ്കൂളിൽ കലാത്തിലൊക്കെ, അങ്ങനെ കലാത്തിലല്ല കലോത്സവങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോഴും എൻ്റെ മൈൻഡിൽ സിനിമ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ തന്നെയാണ് എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരാഗ്രഹം. അപ്പം ഞാൻ അങ്ങനെ തന്നെ വന്നു. അത് നമ്മളൊരു എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ചാൽ അത് കിട്ടും എന്ന് പറയുന്നത് സത്യമാണ്. നമുക്ക് കിട്ടിയല്ലേ. പക്ഷെ ഈ ഒരു ഗ്യാപ്പ് ശരിക്കും നമ്മുടെ കരിയറിനെ എഫക്ട് ചെയ്തിട്ടില്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ എപ്പോഴും ലൈവായിട്ട് നിൽക്കാൻ ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാവും, അത് ഉറപ്പല്ലേ. അത് സംബന്ധിച്ച് അത് പക്ഷെ അതത്ര എന്താ പറയുക കെയർ ചെയ്യുന്നില്ല. കാരണം എനിക്ക് അതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് എൻ്റെ ഫാമിലി ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ പോയത്. അപ്പം ഇനിയിപ്പോൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്. എൻ്റെ മക്കളെടുത്ത് ഹസ്ബൻഡ്, ഫാമിലി. നമ്മളിപ്പോൾ പക്ഷേ റീൽസ്, വ്ളോഗിങ് ഇപ്പോൾ അതെ. ഇപ്പം പക്ഷെ അതും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഡെലിവറി ഇങ്ങോട്ട് കഴിഞ്ഞ സമയത്ത്, സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് വ്ളോഗിങ്ങും ഇൻസ്റ്റാഗ്രാം എല്ലാം ഭയങ്കരമായിട്ട് ഞാൻ കുറച്ച് നിൽക്കുക. ഇനിയിപ്പം പതിയെ അതിലേക്കൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നു. സ്റ്റാർട്ട് ചെയ്തെടുക്കണം. ആ സമയത്തൊക്കെ കത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ? 1-2 കത്തുകളൊക്കെ. ഒരു കത്തില് ഒരാൾ എനിക്ക് വടകരയിൽ നിന്ന് അങ്ങോട്ട് അയച്ചതാ. അയാൾ കുറെ കാര്യങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നു. അവസാനം അയാളെ ബ്ലഡ് വെച്ചിട്ട് അയാളിങ്ങനെ ഐ ലവ് യു എഴുതിയിട്ടൊരു കത്ത് വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് ഞാൻ അമ്മയും അച്ഛനും കണ്ടിട്ട് പറഞ്ഞു, ദൈവം ഇവർക്കൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ അയക്കുന്നു. ഒറ്റ കത്തേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആകലത്തെ. ബ്ലഡ് ഒക്കെ വെച്ചിട്ട് എന്നിട്ട് അയാൾ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ കൈൻ്റെ ഇവിടെ മുറിച്ച് ആ ബ്ലഡ് വെച്ചിട്ട് എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്തുണ്ടായിരുന്നു, ഒറ്റ കത്ത്. അത് നല്ല ഓർമ്മ. മറുപടി എഴുതണം തോന്നുന്നു. മറുപടി ഒന്നും എഴുതുന്നില്ല, പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ. ഇങ്ങനെ ഇതല്ലാതെ ഓർത്തിരിക്കുന്ന ഒരു ഫാൻ മൊമെന്റ് ഉണ്ടോ? ഇങ്ങനെ ആൾക്കാർ നേരിട്ട് വന്നിട്ട് വരും. ഞാൻ പറഞ്ഞില്ലേ, ലൊക്കേഷനിൽ വരിക, അല്ലെങ്കിൽ അവർ പെട്ടി ചോക്ലേറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വരിക. എന്നിട്ട് എൻ്റെ ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് പോയപ്പം പൊട്ടൊക്കെ തൊട്ടിട്ട് കഴിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, മോള് പൊട്ടും തൊടരുത്, പൊട്ടൊക്കെ എടുത്ത് അവർ മാറ്റിയിട്ട് എന്നെ കൂടെ ഷാൾ ഇടിച്ച് ഇങ്ങനെ നടന്നാൽ മതി, ഞങ്ങൾക്ക് ഇങ്ങനെ കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ സ്നേഹിക്കല്ലേ. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. എനിക്കിങ്ങനെ നോക്കുമ്പോൾ ആളെ മറ്റേ കണ്ണാടിയും പൊട്ടൊക്കെ കണ്ണാടി ഇപ്പൊ ശരിക്കും കുറച്ച് കാലമായി ഞാൻ വെച്ച് നല്ല കാഴ്ചക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഇത് മാറ്റാറില്ല.